ഓക്കെ. ഇപ്പോൾ ഗിറ്റ്ഹബിനൊക്കെ ഒരു ലിമിറ്റുണ്ട്. ഗിറ്റ്ഹബിൽ ഇപ്പോൾ നമുക്കൊരു പോർട്ട്ഫോളിയോ വെബ്സൈറ്റൊക്കെ ആണെങ്കിൽ നമുക്കതിനകത്ത് ഹോസ്റ്റ് ചെയ്യാം. പക്ഷേ ഒരു ബാക്ക് എൻഡ് ഉള്ള PHP ഫയലൊക്കെ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റൊക്കെ നമുക്ക് ഹോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കെന്താ ഗിറ്റ്ഹബിൽ പറ്റില്ല. സോ നമുക്ക് അപ്പാച്ചിയിൽ നമ്മുടെ സിസ്റ്റത്തിൽ തന്നെ സെർവർ ഹോസ്റ്റ് ചെയ്യാൻ പറ്റും. സോ നമ്മുടെ സിസ്റ്റം അല്ലെങ്കിൽ ഫുൾ ടൈം നിങ്ങൾക്കൊരു നെറ്റ്വർക്കും കറണ്ടും കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിസ്റ്റം നിങ്ങൾക്കൊരു സെർവർ ആക്കാൻ പറ്റും. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സെർവറിലേക്ക് നമ്മുടെ വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യാൻ പോവാണ്. സോ, അത് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലാക്കാനുള്ളൂ, ഫുൾ ടൈം കറണ്ടും നെറ്റ്വർക്കും വേണം ഇത് ഹോസ്റ്റ് ചെയ്യാൻ. അതായത് ഇപ്പോൾ ലാപ്പിലാണെങ്കിൽ ലാപ്പിൻ്റെ ചാർജ് ചെയ്യാൻ പാടില്ല എന്നാണ് അർത്ഥം. അത്രേ ഉള്ളൂ. ഓക്കെ. എല്ലാ ടൂളും ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ സുഡോ apt ഇൻസ്റ്റാൾ അപ്പാച്ചി എന്നുള്ള കമാൻഡ് കൊടുത്ത് എൻ്റർ അടിക്കുക. അപ്പാച്ചി 2 എന്നുള്ള കമാൻഡ് എടുത്തിട്ട് എൻ്റർ അടിക്കുക. ഓക്കെ. ഇനി നമുക്കൊന്ന് സെർവർ സ്റ്റാർട്ട് ചെയ്യണം. അതിനായിട്ട് സുഡോ systemctl സ്റ്റാർട്ട് അപ്പാച്ചി എന്നുള്ള കമാൻഡ് കൊടുത്ത് അപ്പാച്ചി 2 എന്നുള്ള കമാൻഡ് കൊടുത്തിട്ട് എൻ്റർ അടിക്കുക. ഇനി എനേബിൾ ചെയ്യാൻ വേണ്ടി ഇതിനെ സുഡോ systemctl എനേബിൾ അപ്പാച്ചി 2 എന്ന് പറഞ്ഞ് എൻ്റർ അടിക്കുക. പിന്നെ സുഡോ systemctl സ്റ്റാറ്റസ് എന്നുള്ളൊരു കമാൻഡ് കൊടുത്ത് നമുക്ക് സ്റ്റാറ്റസ് അപ്പാച്ചി 2 എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് എനേബിൾ ആണോ അതോ ഡിസേബിൾ ആണോ എന്നൊക്കെ അറിയാൻ പറ്റും. സോ ഇവിടെ കണ്ടോ, അനേബിൾ റണ്ണിങ് എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്. സോ ഇതാണ് അപ്പാച്ചി സ്റ്റാർട്ടാണ് എന്നാണ് അറിയുന്നത്. സോ ഓക്കെ. ഇനി നമുക്ക് ഇതിന് കൺട്രോൾ Z അടിച്ചിട്ട് എക്സിറ്റ് അടിക്കാം. ഓക്കെ. ഇനി നമുക്കൊരു ഡയറക്ടറിയിലോട്ട് പോകണം. അതിന് cd/war/www.html എന്ന് പറഞ്ഞൊരു ഡയറക്ടറി ഉണ്ട്. നമുക്ക് അതിലേക്ക് പോകണം. സോ ഇവിടെ LS അടിച്ചാൽ 2 ഫയൽ കാണാൻ പറ്റും. ഓക്കെ. നമുക്കിവിടെ http://localhost എന്ന് പറഞ്ഞ് എൻ്റർ അടിക്കുക. ഇനിയിപ്പോൾ നിങ്ങളൊരു വേറൊരു ഡിവൈസ് ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ ഈ ലോക്കൽ ഹോസ്റ്റിനുള്ളിൽ നിങ്ങളുടെ IP അഡ്രസ്സ് കൊടുക്കുക. അതായത് നിങ്ങളുടെ ലിനക്സിൻ്റെ IP അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സൈറ്റ് കിട്ടും. IP അഡ്രസ്സ് കിട്ടാൻ വേണ്ടി IP സ്പേസ് A എന്ന് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ IP അഡ്രസ്സ് കാണിക്കും. സോ ഈ സൈറ്റിലേക്കാണ് നമ്മുടെ സൈറ്റ് വരാൻ പോകുന്നത്. അതായത് ഇനി നമുക്ക് അതെങ്ങനെ ചെയ്യാൻ നോക്കാം. സോ ഓക്കെ, നമ്മളിവിടെ ഇപ്പോൾ IP സ്പേസ് A എന്ന് അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുറച്ച് ഡീറ്റെയിൽസ് അവിടെ കാണാൻ പറ്റും. അതിൽ ഈ കാണുന്നുണ്ടോ, ഇതായിരിക്കും നമ്മുടെ IP ലാൻ എന്ന് പറഞ്ഞ് കിടക്കുന്നത്. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ IP. ഇത് ജസ്റ്റ് നിങ്ങൾ ആ ലോക്കൽ ഹോസ്റ്റിൻ്റെ അവിടെ കൊടുത്താൽ മതി, നിങ്ങൾക്ക് ഇവിടെ സൈറ്റ് കാണാൻ പറ്റും. ഓക്കെ. സുഡോ നാനോ index.html എന്ന് കൊടുത്തിട്ട് എൻ്റർ അടിക്കുമ്പോൾ പാസ്വേഡ് ചോദിക്കും. നിങ്ങളുടെ കാർഡ് ലിങ്ക്സിൻ്റെ പാസ്വേഡ് എടുത്ത് എൻ്റർ അടിക്കുക. സോ ഇപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇതിലേക്ക് വരും. ഇത് മൊത്തം നമുക്ക് ഡിലീറ്റ് ചെയ്യണം. ഇത് മൊത്തം നമുക്ക് ബാക്ക് സ്പേസ് അടിച്ച് മൊത്തം കളയണം. സോ അങ്ങനെ ഇത് മൊത്തം ഏകദേശം നമ്മൾ കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കോഡ് നമുക്ക് ഇതിനകത്തോട്ട് കൊടുക്കാം. അതിന് നമ്മുടെ ഫയൽ ഏതാണോ അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ ഈ സൈറ്റാണ് നമുക്ക് ഹോസ്റ്റ് ചെയ്യേണ്ടത്. സോ അത് നമ്മൾ എന്ത് ചെയ്യുക, കോഡ് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, കോപ്പി ചെയ്ത് എടുക്കുവാണ്. ജസ്റ്റ് ഒരു നോട്ട് പാഡിലോട്ടൊന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ. ഇനി നമുക്കിത് എന്ന് വെച്ചാൽ ഇതൊന്ന് ഫുള്ള് കോപ്പി ചെയ്തിട്ട് ജസ്റ്റ് നമുക്കിവിടെ ഒന്ന് കോപ്പി അടിച്ച് Ctrl+X+Y അടിച്ച് എൻ്റർ അടിച്ച് കഴിയുമ്പോഴത്തേക്കും അത് സേവ് ആവും. സോ ഇനി നമുക്ക് നേരെ എന്ത് ചെയ്യാം, നമ്മുടെ ക്രോം എടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ലോക്കൽ http://localhost അടിച്ച് എൻ്റർ അടിച്ച് കഴിയുമ്പോൾ നമുക്ക് അപ്പാച്ചി എന്ന് പറഞ്ഞാൽ ഒന്ന് റീലോഡ് ചെയ്ത് നോക്കുക. സോ കുറച്ച് ഡിലേ ആവുന്നതാണ്, നെറ്റ് ഇഷ്യൂവും അതുപോലെ നിങ്ങളുടെ നെറ്റിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇതിൻ്റെ സ്പീഡ്. ഓക്കെ. സോ ഇവിടെ നമ്മുടെ സൈറ്റ് വന്നിട്ടുണ്ട്. സോ ഇപ്പോൾ ഇതിൽ പല ഓപ്ഷൻസും വർക്കല്ല. സോ ലാപ്ടോപ്പ്, ഓഡിയോ ഇങ്ങനെയുള്ള ഓപ്ഷൻസിലൊക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ നോട്ട് ഫൗണ്ട് ആണ് കാണിക്കുന്നത്. സോ അത് നമുക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് വീണ്ടും വീണ്ടും ആഡ് ചെയ്യണം. സോ ഇപ്പോൾ നമുക്ക് ലാപ്ടോപ്പ് എന്ന് പറഞ്ഞൊരു ഇതില്ലല്ലോ. സോ ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി വീണ്ടും നമ്മൾ ടെർമിനൽ എടുത്തതിന് ശേഷം ആ ഡയറക്ടറിയിലോട്ട് ഒന്ന് പോകാം. ഓക്കെ. ഈ ടെർമിനലിൽ നമ്മൾ നേരെ എന്ത് ചെയ്യുക, ഓക്കെ, മുമ്പേ ചെയ്തതുപോലെ തന്നെ നമ്മൾ സുഡോ നാനോ index.html എന്ന് പകരം നമ്മളൊരു പേര് കൊടുക്കുകയാണ്. അതാണ് laptop.html എന്നുള്ളൊരു ഡയറക്ടറി നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. സോ ഇങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, HTML നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. സോ ആഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം, നിങ്ങൾക്കൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കണം, കുറച്ച് ഡിലേ കാണും. സോ
സോ ഇതുപോലെ ഓരോ ഇതായിട്ട് നമ്മളിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കണം. ഓരോ പേജുകളായിട്ട് നമ്മളിങ്ങനെ ഇതേപോലെ ഡയർ മാനുവലി നമ്മളിങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക. സോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വെബ്സൈറ്റ് ഫുള്ളി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പബ്ലിഷ് ചെയ്യാൻ പറ്റും. സോ ഇതിനി നമുക്ക് നമ്മുടെ ഡൊമെയിനായിട്ട് സെറ്റ് ചെയ്യാം. അതുപോലെ നമുക്ക് ഇനി ഇതിൽ നമുക്ക് സബ് ഡൊമെയിനൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. സോ നമ്മളിപ്പോൾ ഇവിടെ നിർത്താം. പിന്നെ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് നമ്മുടെ ടെർമിനൽ എടുത്തിട്ട് സുഡോ സിസ്റ്റം ctl സ്റ്റോപ്പ് അപ്പാച്ചി എന്നുള്ളൊരു കമാൻഡ് കൊടുത്തിട്ട് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. സോ അപ്പോൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ തന്നെ സെർവർ മൊത്തത്തിൽ ഡൗൺ ആവുന്നതായിരിക്കും.